നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കും ഈ രണ്ടുപേരെയും മാത്രം വച്ചാൽ പോരാ, അവരെയും കൂടി ഈ ഷോയിലേക്ക് ക്ഷണിക്കണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടാവും. അവരുടെ ആഗ്രഹത്തിനെതിരായിട്ട് ഞാൻ ഒരിക്കലും പ്രവർത്തിച്ചിട്ടുമില്ല, ഇനി പ്രവർത്തിക്കില്ല. രേവതിയെയും കീർത്തിയെയും നമ്മൾ JB ജംഗ്ഷനിലേക്ക് സുരേഷിൻ്റെയും മേനകയുടെ ഒപ്പം ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അവർക്ക് വേണ്ടി സുരേഷിന് എനിക്ക് ഉറപ്പായിട്ടറിയാം, ഒരുപക്ഷെ ഒരു പിതാവെന്ന നിലയിൽ ഒരുപാട് ചാരിതാർത്ഥ്യവും സന്തോഷവുമുള്ള മുഹൂർത്തമാണ്. രണ്ട് മക്കൾ. എന്താ നിങ്ങൾക്കൊരു സന്തോഷമില്ലാത്തതുകൊണ്ട്? കേട്ടില്ലേ രണ്ടുപേരുടെയും പരദൂഷണം പറച്ചിലൊക്കെ? രേവതി, കീർത്തി ഇപ്പം മലയാള സിനിമ എന്ന് പറയാൻ പറ്റില്ലല്ലോ സുരേഷ്. തെലുങ്ക്, തമിഴ്, തെന്നിൻ സിനിമ അടക്കി വാഴാൻ പോവാണ്. ഇതൊക്കെ ശരിയായിട്ട് വരും. നാവ് പൊന്നാകട്ടെ എന്ന് പറ. രേവതി സിനിമയുടെ പിന്നാമ്പുറത്താണ് ആണ്. ഷാറുഖ് ഖാൻ്റെ റെഡ് ചില്ലീസിൽ വർക്ക് ചെയ്യും. മക്കൾ രണ്ടുപേരും, ഒരാൾ സജീവമായിട്ട് മുൻനിരയിൽ, മറ്റൊരാൾ സജീവമായിട്ട് പിൻനിരയിൽ, രണ്ടുപേരുമുണ്ട്. വേണമെങ്കിൽ സുരേഷിന് വേണമെങ്കിൽ മക്കൾ ഈ ഫീൽഡല്ല വേറൊരു ഫീൽഡിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കാറ്. അങ്ങനെ എന്തെങ്കിലും ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനൊന്നുമില്ല. അങ്ങനെ ഒരു ചാഞ്ചാട്ടമില്ല. ഇപ്പം കീർത്തി ഫാഷൻ ഡിസൈനിങ് പഠിച്ചു. ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് യാദർശികമായിട്ടാണ് പ്രിയൻ ഇങ്ങനൊരു പ്രപ്പോസൽ വെച്ച് സിനിമയിലേക്ക് വന്നു. അവൾക്കും മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ വരണമെന്ന്. സിനിമ വന്നു. രേവതി ആണെങ്കിൽ രേവതി ഇത് തന്നെ പഠിച്ചത്, VFX തന്നെ പഠിച്ചത്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. സിനിമയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ, ഞാൻ സിനിമ ചെയ്യുന്നു, എൻ്റെ ഒരു സ്റ്റുഡിയോ ഒക്കെ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് നമ്മളെ സഹായിക്കാൻ ഒരാൾ വേണം എന്നുള്ള നിലയിലാണ്. ഈ സത്യം പറഞ്ഞാൽ ഇത് മലയാള സിനിമ വ്യവസായത്തിലെ ഏറ്റവും ലാഭകരമായിട്ടുള്ള കുടുംബമാണത്. എന്താ കാരണം വെച്ചാൽ, ഒരു സിനിമ ഉണ്ടാക്കാനും ഇനി ചിലവ് വളരെ കുറവാണ് സുരേഷിന്. കാരണം വെച്ചാൽ ഒരു അമ്മ നടിയായിട്ട് ഒരാളുണ്ട്, പിന്നണി പ്രവർത്തിക്കാൻ ഒരാളുണ്ട്, ഓൾറെഡി പ്രൊഡ്യൂസറാണ്, നായികയായിട്ടുണ്ട്. ഇത്രയും സമ്പുഷ്ടമായിട്ടുള്ളൊരു സിനിമാ കുടുംബം ഇപ്പോൾ കേരളത്തിലില്ല. എന്തുകൊണ്ടും ആ ഒരു സാധ്യതയെക്കുറിച്ച് സുരേഷ് ചിന്തിക്കുന്നുണ്ട്? ഞാൻ അങ്ങനൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങളും ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള ആശയങ്ങൾ ഞാൻ തരികയല്ലേ. അത് എടുത്ത് ഉപയോഗിക്കേ. അതാണ് കീർത്തി. പക്ഷേ പണ്ട് ചെറുപ്പത്തിന് സിനിമയിൽ അഭിനയിച്ചിരുന്നല്ലോ. 8-ാം വയസ്സിൽ, 7-ാം വയസ്സിൽ, 9-ാം വയസ്സിൽ. എന്തുകൊണ്ടാണ് രേവതി പിന്നീട് സിനിമയിൽ അഭിനയം വേണ്ടാന്നങ്ങ് തീരുമാനിച്ചത്? വേണ്ടെന്നൊന്നുമല്ല, അങ്ങനെ എനിക്ക് അച്ഛൻ പറഞ്ഞ പോലെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. സ്ക്രീനിന്റെ മുമ്പ് വരണം, അമ്മയ്ക്ക് ആഗ്രഹമാണ് ഞങ്ങൾ രണ്ടുപേരും അഭിനയിക്കണമെന്നൊക്കെ. പക്ഷെ ഞാൻ ഐ വാസ് മോർ ഇൻ ടു ഡയറക്ഷൻ, VFX, അതിലായിരുന്നു കൂടുതൽ താല്പര്യം. പിന്നെ ഡാൻസിങ്. വരട്ടെ. അല്ല, എന്തായാലും കലാപരമായിട്ട് കുട്ടികളെ വളർത്തുക എന്നുള്ളതായിരുന്നു സുരേഷിൻ്റെ ആഗ്രഹം. അത് അറിയണമല്ലോ, നമ്മുടെ ഒരു സംസ്കാരം എന്താണെന്ന്, അതിൽ കൂടെ തന്നെ വളരണം എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ. ഒരാളെ ഞാനിവിടെ കൊണ്ടുവരാം. Namaskaram. My greetings to Kairali viewers. It's a pleasure to talk about my very dear disciple, Menaka. She's such a complete artist. She's not only an actor in films, but she has been my student for dance and a very sincere student. The thing is, whatever she does, she'll put her heart and soul into it, and she will do it in such a wonderful way. The final product will be really top class. And their values have helped in bringing up their children in the same way. Both their daughters are very talented. The elder one, Revati, is also my student. She's also a very, very talented person. Not only dance, she went abroad and she has done some specialized study on filmmaking. My best wishes to Menaka and her whole family. Namaskaram. ഒരുപക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു
നിങ്ങളുടെ കുടുംബവുമായിട്ടും നിങ്ങളുടെ കലയുമായിട്ടും അടുത്ത് നിൽക്കുന്ന പല ആൾക്കാരെയും കൊണ്ടുവരണം. പത്മ സുബ്രഹ്മണ്യത്തെ പോലൊരാൾ ഒരുപക്ഷെ അനുഗ്രഹം നൽകുന്നതിനേക്കാൾ വ്യാപ്തിയിൽ ആശംസകൾ നേർന്നുകൊണ്ട് എന്ത് തോന്നുന്നു മേനക? എനിക്ക് കൈയും കാലും ഒന്നും ഓ ഗുരുഭ്യോ നമഃ എന്നത്രയും. അങ്ങനെ 2 മക്കള്, വളരെ ടാലന്റഡ് ആയിട്ടുള്ള മക്കള്. ഒരാൾക്ക് എന്തോ പറയണം, വരട്ടെ. കീർത്തി ഇന്ന് ഒരു വലിയ സ്റ്റാറാണ്. കീർത്തിയുടെ ആദ്യത്തെ പടത്തിൽ കീർത്തിക്ക് വേണ്ടി ഡ്യുവറ്റ് പാടിയതും ഞാനാണ്, കൂടില്ല കുയിലെന്ന്. അപ്പോൾ എന്തായാലും പപ്പിക്കും കീർത്തിക്കും രേവതിക്കും സുരേഷിനും സർവ്വമംഗളങ്ങളും തരുന്നു. ദീർഘായുസ്സായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. കീർത്തി ഇപ്പോൾ 1, 2 എത്ര സിനിമ കഴിഞ്ഞു? 3ാമത്തെ സിനിമ 2 സിനിമയിൽ നായികയായി. ഫസ്റ്റ് സിനിമ പ്രിയനെ പോലുള്ള എന്താ പറയുക വലിയൊരു നാഷണൽ ഡയറക്ടർ. 2 മോഹൻലാലിനെ പോലുള്ള ഒരു സൂപ്പർ സ്റ്റാർ. 2ാമത്തെ സിനിമ ദിലീപിനെ പോലുള്ള സൂപ്പർ സ്റ്റാർ. സുരേഷ്, ഇത് ചെറിയ ഭാഗ്യമൊന്നുമല്ലല്ലോ. അല്ല, ഇത് നാച്ചുറലി സംഭവിച്ചതാണ്. ഞാൻ ഒക്കെ അഭിനയിക്കണം എന്ന് താല്പര്യമുണ്ട് എന്നുള്ള എനിക്കറിയാം. പക്ഷെ ഞാനായിട്ട് ഒരു പടം എടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അങ്ങനെ അല്ലാതെ തന്നെ വരണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനെന്തെങ്കിലും സമയം വരും. പഠിത്തമൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ദിവസം പ്രിയൻ എൻ്റെ അടുത്ത് വളരെ യാദൃശ്ചികമായിട്ടാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് പ്രിയൻ ഇങ്ങനെ പറയുമ്പോഴാണ് ഒരു ഹീറോയിനെ നോക്കി തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിനക്കിഷ്ടം പോലെ ഹിന്ദിയിൽ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് എടുക്കാമല്ലോ എന്ന് പറയുമ്പം ഇല്ല, ഒന്നും നടക്കുന്നില്ല. ഒരു കുട്ടിയുണ്ട്, അവരുടെ തന്ത സമ്മതിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു. ഞാൻ അതായിരുന്നു, നമുക്ക് സംസാരിക്കാൻ പോയി, നമുക്ക് ശരിയാക്കാം, അത് ആരാണെന്ന് നമുക്ക് സംസാരിക്കും. അപ്പോൾ എന്നോട് അത് നീ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 1 മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പ്രിയ അതെനിക്കറിയില്ല, അവിടെ ഈ പറയുന്ന പോലെ ഇത്രയും വലിയ റോൾ, അത് ഡബിൾ റോളാണ്, ചെയ്യുമോയെന്ന്. നീ അറിയണ്ട, ഞാനത് ചെയ്യിപ്പിച്ചോളാം. എൻ്റെ ഇഷ്ടം പോലെ ചെയ്തത്. അങ്ങനെ ഒരു ഇതായിട്ട് വലിയ ബ്രേക്കാണ് കീർത്തി. എന്താ കാരണം വെച്ചാൽ അച്ഛൻ്റെ സുഹൃത്തുക്കൾ 2 പേരും അച്ഛൻ്റെ സുഹൃത്തുക്കളാണ്. അച്ഛൻ്റെ കൂടെ വളർന്ന ആൾക്കാരാണ്. ഒരുപാട് ഉടായ്പകളിൽ പങ്കെടുത്തുള്ള 3 ആൾക്കാർ. അച്ഛൻ്റെ സുഹൃത്തുക്കൾ പ്രിയനങ്കളുടെ കൂടെയും ലാലങ്കളുടെ കൂടെയും ഒരു സിനിമയിൽ ഭാഗമാക്കുക വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രം കൈവരുന്ന ഒരു ഭാഗ്യം. അതെ, വലിയൊരു ഭാഗ്യമാണ്. ഞാനിത് ലണ്ടനിലായിരുന്നപ്പോഴാണ് അമ്മ വിളിച്ച് പറയണേ ഈ പടത്തിനെ കുറിച്ച്. അപ്പം ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ അടുത്ത ദിവസം പ്രിയനങ്കിൾ വിളിച്ചിട്ട്, എടി നീയാണ് എൻ്റെ സിനിമയിലെ നായിക. ഞാൻ പറഞ്ഞു, അങ്കിൾ എന്താ സംഭവം, എന്താ നീ അറിയണ്ട, നീ ഇവിടെ എത്തിയിട്ട് ഞാൻ എല്ലാം പറയാമെന്നാണ്. അപ്പം എനിക്ക് എന്താ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആദ്യം എൻ്റെ മനസ്സിൽ പോയത് അച്ഛൻ എങ്ങനെ സമ്മതിച്ചു. അച്ഛൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാലോ അല്ലേ? ഡിഗ്രി എടുക്കാതെ പണ്ട് കാലത്താണെങ്കിൽ തുണ്ട് വെച്ച് എഴുതാം, പക്ഷെ അത് പറ്റില്ലല്ലോ. എന്നിട്ട് ഞാൻ വന്ന ഉടനെ തന്നെ അങ്കിൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി. ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെറ്റിൽ പോയി ആദ്യത്തെ ഷോട്ട് രേവു ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം കൂടെ. പക്ഷെ പേടി, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഒരു കഥയും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഒരു ട്വിൻസ് ആണെന്ന് മാത്രം അറിയാം. ഞാൻ ചോദിക്കും, അങ്കിൾ ഇത് എന്താ സംഭവം, ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ, നീ ഇങ്ങനെ ചെയ്താൽ മതി, തൽക്കാലം ഇത്ര അറിഞ്ഞാൽ മതി എന്ന് പറയും. ഇത്രയൊക്കെ സുരേഷ് പറഞ്ഞിരുന്നുള്ളൂ പണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്കിളെ ഒന്ന് കഥ പറഞ്ഞു തരുമോ, അങ്ങനെ കെഞ്ചിയിട്ടാണ് അവസാനം അങ്കിൾ കഥ പറഞ്ഞത്. അപ്പം ആദ്യത്തെ 2 ദിവസം ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ വളരെ ജെല്ലായി. എനിക്ക് തോന്നുന്നു ആ സെറ്റ് എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു ഷൂട്ടിങ്ങിന് പോവാന്ന് എനിക്ക് തോന്നിയതേ ഇല്ല. ഒരു സെക്കൻഡ് ഹോം പോലെ തന്നെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ കീർത്തിക്ക് സപ്പോർട്ടായത് രേവതിയാണല്ലേ? അതെ, ആദ്യത്തെ 2 ദിവസം രേവു ആണ് വന്നത്. രേവതി ലീവ് എടുത്ത് വന്നു. ഇവിടെ ഉണ്ടായിരുന്നു രേവതി? ഉണ്ടായിരുന്നു. റെഡ് ചില്ലീസ് ലീവ് എടുത്തിട്ടാണ്. അമ്മേനെ അച്ഛനെ അങ്ങോട്ട് ബാൻ ചെയ്തെന്ന് കേട്ടോ, ശരിയാണ്? ലൊക്കേഷനിൽ കാലുകുത്തി പോരെന്ന് പ്രിയം പറഞ്ഞു. അങ്ങനല്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകും. ഇങ്ങനത്തെ ഒരു റോള് ചെയ്യാൻ പറ്റുമോ, ചെയ്തിട്ട് അവസാനം എന്തെങ്കിലും പറ്റിപ്പോയാൽ വെറുതെ 7 ആർട്സ് വിജയകുമാറിൻ്റെ കാശ് വെറുതെ നമ്മുടെ അടുത്ത സുഹൃത്താണ്, നമ്മുടെ ഒരു പ്രൊഡ്യൂസറാണല്ലോ. അപ്പം ഞാൻ 2 പ്രാവശ്യം പ്രിയനെ വിളിച്ചു. ഞാൻ എടാ എങ്ങനെ ഉണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടോ?
അപ്പോൾ എൻ്റെ അടുത്ത് നീ ചുമ്മാ നീ ഒരു സെക്കൻഡ് വരട്ടെ. ഒരാൾ പെട്ടെന്ന് പറഞ്ഞു പറയും വെയിറ്റിംഗ് ഇംപേഷ്യൻ്റ്ലി. കീർത്തി സിനിമയിൽ വരുന്നതിനോട് സുരേഷ് ഏട്ടൻ ആദ്യം എതിർപ്പും മേനക ചേച്ചിക്ക് സപ്പോർട്ടും മേനക ചേച്ചി ഇതിന് അനുകൂലമായിട്ടും അങ്ങനെയായിരുന്നു ഞാൻ കേട്ടത്. ഇപ്പോൾ അവൾ വളരെ നല്ല പേര് വാങ്ങിച്ചു, വളരെ നല്ല നടിയാണെന്ന് ജനം കണ്ടു കഴിഞ്ഞു. പല ഭാഷകളിൽ അഭിനയിക്കുന്നുണ്ട്. വി ആർ ഓൾ വെരി പ്രൗഡ് ഓഫ് ഹർ. സുരേഷ് ഏട്ടൻ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരു സിനിമ എടുക്കുമ്പോൾ കീർത്തിക്ക് അനുകൂലമായൊരു വേഷം വരുമ്പോൾ മകളെ നായികയായിട്ട് ഒരു ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുമോ? ഓ സുരേഷ്, ഇതാണ് ഞാൻ അങ്ങനെ റിസ്ക് എടുക്കാനൊന്നും പറയത്തൊന്നുമില്ല. അച്ഛൻ എടുക്കുകയാണെങ്കിൽ അല്ല അഭിനയിക്കാൻ ഇഷ്ടമുണ്ട്, അല്ലാണ്ട് എനിക്കായിട്ട് ഒരെണ്ണം എടുക്കുക. കീർത്തി, ഞാൻ പറയട്ടെ, പ്രിയനെ പോലൊരാള് അല്ലെങ്കിൽ മലയാളത്തിലെ മുൻനിര സംവിധായകന്മാർക്ക് കീർത്തിയെ നായികയാക്കി സിനിമ എടുക്കാമെന്ന്, അല്ലെങ്കിൽ തെലുങ്കിലും തമിഴിലുള്ള ആൾക്കാർക്ക്, പിന്നെ കേരളത്തിലെ സുരേഷ് കുമാർ എന്നുള്ള പ്രൊഡ്യൂസർക്ക് എടുത്താൽ എന്താ കുഴപ്പം? പറയില്ല, മിണ്ടില്ല, എനിക്കറിയാം. അല്ല, അങ്ങനെ ഈ റോൾ ഉണ്ടാക്കി അവൾക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ ഞാൻ എടുക്കത്തൊന്നുമില്ല. പക്ഷെ നല്ല നമ്മുടെ സിനിമയ്ക്ക് പറ്റിയ റോളാണെങ്കിൽ ചില വിളിക്കും. രേവതി, കീർത്തിയുടെ ആദ്യത്തെ പെർഫോമൻസ് പണ്ട് ബാലതാരമൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ മോൻ കാണിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ എങ്കിൽ പോലും ഒരു സിനിമയുടെ, പ്രത്യേകിച്ച് ഒരു ഹൈ ബജറ്റ് ഫിലിമിൻ്റെ അല്ലെ ബിഗ് ബജറ്റ് ഫിലിമിൻ്റെ ഒരു സൂപ്പർ സ്റ്റാറിനോടൊപ്പം അഭിനയിക്കുന്ന ഒരു പക്ഷേ ഒരു കഥാപാത്രത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് രേവതിക്ക് ആശങ്കയുണ്ടായിരുന്നു. കീർത്തിയുടെ കഴിവിനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു? ഇല്ല. കീർത്തിയുടെ അഭിനയ സിദ്ധിയെക്കുറിച്ച് രേവതിക്ക് നല്ല മതിപ്പുണ്ടായിരുന്നല്ലേ? ഞാൻ ആദ്യം തൊട്ട് ഇവളെ സപ്പോർട്ട് ചെയ്യായിരുന്നു. എനിക്ക് ഇവള് ആക്ട് ചെയ്യണം, കൊച്ചു മുതലേ ഇവൾക്ക് ഭയങ്കര ആക്ടിങ് എന്ന് പറഞ്ഞ താല്പര്യമാണ്. അപ്പോൾ എനിക്ക് ഇവള് ആക്ട്രസ് ആവണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും കരച്ചിൽ വന്നു. ശരിക്കും കരച്ചിൽ വന്നു. അപ്പോൾ പിന്നെ ഇവൾ അഭിനയിക്കാൻ പോകുന്നു എന്ന ആദ്യത്തെ ദിവസം ഞാനാണ് കൂടെ പോയത്. അപ്പോൾ ഭയങ്കര ചമ്മലായിരുന്നു, അച്ഛനും അമ്മയും വരുന്നത് ഭയങ്കര ചമ്മലായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് ചമ്മലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കൂടെ പോയി. ഞാൻ റെഡ് ചില്ലീസിൽ നിന്ന് ഞാൻ ലീവ് എടുത്തിട്ടാണ് വന്നായിരുന്നു 4-5 ദിവസം. ആദ്യത്തെ ഷൂട്ടിങ്ങിന് പോയപ്പം ഒരു ഡയലോഗുണ്ട്, ഒരു ടെൻഷൻ അടിച്ച് സംസാരിക്കുന്ന ഒരു ഡയലോഗാണ്. അപ്പോൾ ഇവൾക്ക് ഓൾറെഡി നെർവസ്നെസ് ഉണ്ട്. ഇവളെ മേക്കപ്പ് ഒക്കെ ഇട്ട് കാണുമ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനും അമ്മയും മാറി മാറി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ, ആദ്യത്തെ ഷോട്ടായോ എന്തായി ഏതായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവൾ ആദ്യത്തെ ഒരു ഷോട്ട് അഭിനയിക്കുമ്പം എനിക്ക് ഐ വാസ് സോ എക്സൈറ്റഡ്, ഞാൻ ത്രിൽഡ് ആയിരുന്നു. കീർത്തിക്ക് രേവതിയുടെ സാന്നിധ്യം അല്പം ശക്തി പറഞ്ഞിട്ടുണ്ടാവില്ല. വീട്ടിൽ ചില വഴക്കൊക്കെ പണ്ട് നന്നായിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ പോലും സിനിമ ലൊക്കേഷനിൽ അതൊരു ശക്തിയായിട്ട് പോകുന്നല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരുപാട് കുശുമ്പ് കുത്തിയിട്ടില്ലേ? ഇല്ല, ചെറുപ്പത്തില് കുറച്ച് അടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറച്ച് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കീർത്തി. പക്ഷേ ഇറ്റ് വാസ് എ ഹ്യൂജ് ബ്രേക്ക്. ആരെ പറഞ്ഞ പോലെ ഫിലോസഫിയിലൊക്കെ പറഞ്ഞ പോലെ എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക്. അതായത് പഠനം പൂർത്തിയാകുന്നു, ഡിഗ്രി പൂർത്തിയാകുന്നില്ല, അതിൻ്റെ വക്കത്ത് വെച്ചിട്ട് വലിയൊരു സിനിമയിൽ കാസ്റ്റ് ചെയ്യപ്പെടും. ചെറിയൊരു കാര്യമില്ല. അതിൻ്റെ ആ തരിപ്പിൽ നിന്ന് ഇപ്പോഴും കീർത്തി ആകാൻ പാടില്ല. ബിക്കോസ് അത്രത്തോളം വലിയൊരു എക്സ്പോഷറാണ് കീർത്തി കിട്ടിയത്. അതിനുശേഷം മറ്റൊരു സിനിമ, അതിന് പുറകെ തന്നെ വേറൊരു സിനിമ വന്നു, റിംഗ് മാസ്റ്റർ. ഞാനപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയിൽ. അതൊരു ഡിസംബർ വെക്കേഷൻ ആ സമയത്താണ്. പക്ഷെ അത് വളരെ എന്താ പറയുക, പെട്ടെന്നായിരുന്നു എല്ലാം. ഒരാഴ്ച മുമ്പാണ് അച്ഛൻ എന്നെ വിളിച്ച് പറയണം ഇതിനെക്കുറിച്ച്. അപ്പോൾ പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ കഥയും കാര്യങ്ങളും ഒന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. ഒരു 2 ദിവസം മുമ്പ് റാഫി അങ്കിൾ വിളിച്ച് ഫോണിൽ കൂടി കഥയൊക്കെ പറയുക ചെയ്തത്. പിന്നെ വെക്കേഷൻ്റെ സമയം കൂടി ആയതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റി. ഒരുപക്ഷെ മറ്റൊരു ലെവലിലേക്ക് നിന്ന് അഭിനയിക്കേണ്ട ഒരു പടം. അതെ, ഞാൻ സത്യം പറഞ്ഞാൽ ഗീതാഞ്ജലിനെക്കാട്ടിലും കഷ്ടപ്പെട്ടത് ഞാൻ റിംഗ് മാസ്റ്ററിനായിരുന്നു. ഒരാഴ്ചയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പ്ലാൻ ചെയ്യാനോ ഡെയിലി ചോദിക്കും, വിളിക്കും, വിളിച്ചിട്ട് അമ്മ ഐഡിയാസ് എന്തെങ്കിലും പറയണേ. കുറേ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അവളുടെ അസിസ്റ്റൻ്റ് എന്നെ വിളിച്ച് പറഞ്ഞത് കോറിഡോറിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒരു വടിയെടുത്ത് തന്നെ ഇങ്ങനെ നടന്ന് പ്രാക്ടീസ് ചെയ്യും. വടി തന്നിരുന്നു റാഫി അങ്കിൾ. അപ്പോൾ റൂമിൽ പോയിട്ട് ആ ബോഡി ലാംഗ്വേജ് മാത്രം ശരിയായാൽ പോരാ, ബോഡി ലാംഗ്വേജും കിട്ടണം. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ 2 ദിവസം, അതായത് വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ
ഇങ്ങനെ ഞാൻ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്ന് അഭിനയിച്ചിട്ട് ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക ചെയ്തത്. എന്നിട്ട് അതിൽ കൂടി ഞാൻ നോക്കും എങ്ങനെയാണ് ശരിയായോ എന്നുള്ളൊരു അപ്പോൾ ഒന്നും പിടികിട്ടുന്നില്ല. പക്ഷെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും എങ്ങനെയാണെന്ന് നമുക്കെന്നെ മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച അത്രയും വന്നില്ല ആദ്യത്തെ 2 ദിവസമൊക്കെ. പിന്നെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അതൊന്ന് ശരിയായി വന്നത്. കീർത്തി, ഇതിലെ ഏറ്റവും കൂടുതൽ ടിപ്സ് നൽകിയത് അമ്മയാണോ അച്ഛനാണോ? അമ്മ ടിപ്സ് തന്നു, എനിക്ക് അച്ഛൻ നല്ല സപ്പോർട്ടും ചെയ്തു. ഒരാൾ വരേണ്ട സമയം വരട്ടെ. നമസ്കാരം മേനക. നമ്മൾ ഒരുമിച്ച് ധാരാളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്നത്തെ താരം ഇന്ന് കീർത്തി എന്ന പുതിയൊരു താരത്തിൻ്റെ മാതാവാണ്. ഈ പുതിയ റോളിൽ മേനയ്ക്ക് എന്താണ് തോന്നുന്നത്? ഹൗ ഇസ് യുവർ റിയാക്ഷൻ അബൌട്ട് ഇറ്റ്? ഒരുപാട് കാലം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഒരുപക്ഷെ മേനകയുടെ ഈ സൗഭാഗ്യത്തിൽ സന്തോഷിച്ചുകൊണ്ട് അതിൽ ഭാഗവാക്കായിക്കൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അത് തന്നെ ഞാൻ പറഞ്ഞില്ല, ഇത്രയും സന്തോഷം വേറെ എന്താ ഉള്ളത്. നമ്മുടെ ജലജയും പ്രകാശും നമ്മുടെ വളരെ ക്ലോസ് ഫാമിലി ഫ്രണ്ട്സാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. മേനക മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഇവൻ തെലുങ്കിലൊക്കെ തിളങ്ങി നിന്നാണ്. ഇനി എപ്പോഴും ഇതിനകത്തൊരു പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, കീർത്തിയുടെ അഭിനയ സിദ്ധിയെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുമ്പോൾ ഒരു ബെഞ്ച് മാർക്ക് അവിടെ ഉണ്ട്. അമ്മ അവിടെ അമ്മയൊരു പ്രചോദനമാണ്, ഒരു പ്രതിബന്ധമാണ്. പ്രതിബന്ധം എന്തിനാണ്? ബെഞ്ച് മാർക്ക്, അതായത് കമ്പാരിസൺ വരും. അതായത് അമ്മയുടെ ഒപ്പം എത്തിയിട്ടില്ലേ, എത്തുന്നില്ലേ, മറികടക്കുമോ, മറികടന്നില്ലയോ, അതൊക്കെ മറികടക്കണം. ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞല്ലോ കേട്ടോ. അപ്പം സുരേഷ് ഇപ്പം എന്നെ ഇങ്ങനെ ക്രൂരമായി നോക്കുകയാണ്. ഇത് ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ തുറിച്ച് നോക്കേണ്ട കാര്യമില്ല, ചോദിക്കട്ടെ ആരെങ്കിലും. അതെ, ഞാൻ വിട്ടു. എനിക്കിപ്പോൾ കിറ്റിയോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഒന്ന്, അമ്മ ഇത്രയും പ്രശസ്തയായ അഭിനേത്രിയാണ്, അച്ഛൻ പ്രശസ്തനായ നിർമ്മാതാവാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഇതുണ്ടല്ലോ, ഒരു പേരുണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എപ്പോഴെങ്കിലും അതൊരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ടോ, അതോ അതൊരു നേട്ടമാണോ? അതെങ്ങനെയാണ് അതിനെ പറ്റിയിട്ടുള്ള ഒരു കിറ്റിയുടെ വിലയിരുത്തൽ എന്താണ്? കീർത്തിയുടെ അധ്യാപകനാണല്ലേ? അപ്പോൾ ആ അധ്യാപകൻ എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചോദിക്കാൻ പോകും. സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ വേറൊരു ഭാവത്തിലും ഭാഷയിലും അതിനെ ഇട്ടുന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ ചോദ്യത്തിൻ്റെ അതേ സത്ത തന്നെയാണ് അദ്ദേഹം തൻ്റെ ചോദ്യത്തിലേക്ക് ആവാഹിച്ചിരിക്കുന്നത്. കീർത്തി പറ, മേനക എന്നുള്ള നടി ഒപ്പോൾ അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ പറ. തീർച്ചയായും ഇതൊരു ഭാഗ്യം തന്നെയാണ്. കാരണം ഇന്ന് അച്ഛനോ പ്രിയനാങ്കിളോ അമ്മയോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ഇല്ല. ഈ ഒരു ഞാൻ ചിലപ്പോൾ സിനിമയിൽ തന്നെ ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അത് അച്ഛനും അമ്മയും കാരണം തന്നെയാണ്. പിന്നെ അത് ഒരിക്കലും എനിക്കൊരു ബാധ്യതയായിട്ട് തോന്നിയിട്ടില്ല. ബാധ്യതയല്ല, ഒരു ചലഞ്ചാണ്. എന്താ കാരണം വെച്ചാൽ കമ്പാരിസണൊരു സാധ്യത എപ്പോഴും വരുന്നുണ്ട്. ഇപ്പം ദാസേട്ടൻ്റെ മകൻ, ദാസേട്ടൻ അവിടെ നിൽക്കുന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ്. എന്ന് പറയുന്ന പോലെ മേനക എന്ന് പറയുന്ന ഒരു എന്താ പറയണ്ടേ, ഒരു ഫ്രണ്ട് ലൈൻ നടിയുടെ മകളാണ്. ഇല്ലേ രേവതി? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? രേവതി ഈ പറഞ്ഞ പോലെ ബോളിവുഡിലൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞ കുറച്ചും കൂടി ഗ്രാസ്പ് ചെയ്യാൻ പറ്റി. ഒന്ന് പറഞ്ഞു കൊടുത്തേ മലയാളത്തിൽ. അതല്ല, ഇതിൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയണമെങ്കിൽ അത് അമ്മയുടെ അത്രയും മക്കൾക്ക് ആവാൻ പറ്റില്ല. അത് എന്തായാലും അതങ്ങനെയാണ്. അത് പാരൻസ് എന്ന രീതിയിലായാലും, ഇപ്പൊ പാരൻസ് ആരുടെ അച്ഛനമ്മയെ നോക്കിയാലും അവരുടെ അത്രയും ഒരു ക്വാളിറ്റി അത്രയും കുട്ടികൾക്ക് അത് എത്ര പാരൻസ് എക്സ്പെക്ട് ചെയ്ത് ട്രൈ ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ട്രൈ ടു ഗ്രാസ്പ് ഇറ്റ്, ദേ ക്യാൻ ട്രൈ ടു സ്ട്രൈവ്. പക്ഷെ അത്രയും റീച്ച് ആവാൻ പറ്റത്തില്ല. മേനക ഇന്ന് പിന്നെ രേവതിക്ക് തൈർ സാധനത്തിന് കൂടെ ഒരു വടയും കൂടെ കൊടുത്തേ കേട്ടോ. കീർത്തി, രേവതി പറയണെന്ന് വെച്ചാൽ എന്തായാലും രേവതിക്ക് മേനകേനെ, അമ്മേനെ ആ ഒരു എന്താ പറയേണ്ടത്, ഇത് ആ അഭിനയത്തിൻ്റെ ചാതുര്യത്തെ മറികടക്കാൻ പറ്റില്ല എന്നാണ് രേവതി പറയുന്നത്. എനിക്ക് തോന്നില്ല കേട്ടോ. എന്താ കാരണം വെച്ചാൽ ഞാൻ എൻ്റെ വസ്തുതാപരമായിട്ടൊരു കാര്യം പറയട്ടെ. അന്നത്തെ അഭിനയത്തിൻ്റെ സാധ്യതകളെക്കാൾ ഒരുപാട് സാധ്യതകൾ ഇന്ന് അഭിനയത്തിനുണ്ട്. ഇല്ല സുരേഷ്? അല്ല, അതൊന്നും പറയാനൊക്കില്ല. ചിലപ്പോൾ മറികടന്നിരിക്കും. ഇപ്പം മറികടന്നാൽ നല്ലതല്ലേ? മറികടക്കണം. ഒരു അമ്മയുടെ ആഗ്രഹം എന്ന് പറയുന്നത്
മക്കള് നന്നായിട്ട് വരുന്നു എന്നുള്ളത് കേൾക്കുമ്പോ കിട്ടുന്ന സന്തോഷം തട്ടിപ്പോയി. അതെ, അത് പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻ എപ്പോഴും കാണും. ചിൽഡ്രന് എത്ര എക്സ്പെക്ട് നമ്മൾ എത്ര ട്രൈ ചെയ്താലും അച്ഛൻ അമ്മ ഒരു സ്പെഷ്യലാണ്. അതിനെ നമ്മൾ ക്രോസ് ചെയ്യാൻ ട്രൈ ചെയ്യാൻ എന്റെ അടുത്ത് വന്നിട്ട് എന്റെ പേരില് എന്റെ അമ്മയും അച്ഛനെയും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് എന്റെ ഒരു വലിയ ഭാഗ്യം, അവരുടെ ഒരു വലിയ സന്തോഷമായിരിക്കും. സുരേഷേ ചക്രം മാറി. അതായത് ഇനി ആൾക്കാർ പറയാൻ പോകുന്നു, ആ പോകുന്ന ആളെ അറിയില്ലേ, ആരാണ്? കീർത്തിയുടെ അച്ഛൻ സുരേഷ്. അതിലേക്ക് സ്വാഭാവികമാണ് സുരേഷ്. എന്താ കാരണം ഇതൊരു ജീവിത ചക്രമാണ്. വരട്ടൊരാളും കൂടി. എനിക്ക് ചോദിക്കാനുള്ളത് മേനകയുടെ അടുത്താണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ മേനകയുടെ മോള് കീർത്തി എനിക്ക് ചെറുപ്പം തൊട്ട് അറിയാം. കീർത്തി ഇപ്പോൾ വീണ്ടും സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ സാധാരണ സിനിമയിലേക്ക് മക്കളെ വിടുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അച്ഛനമ്മമാരുടെ വിചാരം എന്തോ വലിയ ഒരു നരകത്തിലേക്ക് തള്ളിവിടുക എന്നുള്ളതാണ്. മേനയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടോ മോളെ അങ്ങ് ധൈര്യമായിട്ട് അങ്ങ് വിടുമ്പോൾ ഇവള് വളരെ നല്ല രീതിയിലാണ് ഇവള് വളർന്നു വരാൻ പോകുന്നത്? എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മകളെ വിട്ടാലും ശരി എൻ്റെ മക്കളെ വിട്ടാലും ശരി സിനിമ ഒരിക്കലും ഒരാളെയും വഴിവഴിപ്പിക്കില്ല എന്നുള്ളത്. മേനയ്ക്ക് ആ വിശ്വാസം ഉണ്ടോ എന്ന് മാത്രമേ എനിക്കറിയൂ. ഞാൻ വിപിൻ ചേട്ടനോട് യോജിച്ചാണ് പോകുന്നത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. അല്ല, ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാൻ അങ്ങനെ നമ്മൾ ഒരു ശങ്കയുടെ ആവശ്യം. ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഞാൻ ഏത് തൊഴിലിനെ പോലെ തന്നെയാണ് സിനിമയും കാണുന്നത്. ഇപ്പോൾ IT പ്രൊഫഷണൽസ് ഒത്തിരി പേര് നമ്മളെ നാട് വിട്ട് വേറെ എവിടെയൊക്കെ പോയി ഇവരൊക്കെ ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സിനിമയും. സിനിമ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്നതാണ് സിനിമ. അതിൻ്റെ അകത്ത് നമ്മുടെ കുടുംബം മുഴുവൻ സിനിമയിലാണ്. അപ്പം സിനിമയിൽ പോവുക എന്ന് പറയുന്നതിന് നമുക്ക് ഒരു ആശങ്കയില്ല. എന്തായാലും കീർത്തി സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ, അതായത് മേനയും സുരേഷും പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയത്തിൻ്റെ ഒരു ട്രാജക്ടറിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണല്ലോ പല പല സിനിമകളും വരുന്നത്. ഇപ്പോൾ എത്ര സിനിമയാണ് വന്നിരിക്കുന്നത്? ഇപ്പൊ ഞാൻ മൂന്നാമത്തെ ചെയ്തത് ദർബോണി എന്ന് പറഞ്ഞൊരു ചിത്രമാണ്. അത് മലയാളത്തിൻ്റെ. പിന്നെ ഇപ്പൊ തമിഴിലും തെലുങ്കിലും ഉണ്ടോ? അതെ, തമിഴും തെലുങ്കും. അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ടാണ്? അറിയത്തില്ല. ബോളിവുഡിലേക്ക്. തുടക്കത്തിലെ പ്രിയേട്ടനോട് പറഞ്ഞു ഹിന്ദി പടം എടുക്കുമ്പോ എന്നെ ഓർത്തോളണം. പ്രിയേട്ടനെ ഹീറോയിൻ ആക്കുന്നതിന് മുൻപ് ഒരു ദിവസം അശോക് ഏട്ടൻ്റെ വീട്ടിൽ വെച്ച് കണ്ട്, അപ്പോഴാണ് കുറെ നാൾ കഴിഞ്ഞിട്ട് ഇവളെ കാണുന്നത്, ചുരിദാരൊക്കെ ഇട്ടുന്ന. എടി ഇവളെ ഹീറോയിൻ ആക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിന്നെ ഒരേ ഒരു പടത്തിലിടാം ഹിന്ദിയിൽ, നിനക്ക് ഇഷ്ടമുള്ള ഒരു ഹീറോയുടെ കൂടെ അഭിനയിക്കും, പക്ഷെ അതോടുകൂടി നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആക്ക് ആദ്യം നിർത്തണോ വേണ്ടേ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. സുരേഷേ, നമ്മളെക്കാളും വൈദ്യുതി മക്കൾക്കുണ്ടാവും എന്ന് പറഞ്ഞ വെറുതെ അല്ല. വരട്ടെ. സുരേഷ്, നമ്മൾ ഒരുമിച്ചാണ് സിനിമയിൽ വരുന്നത്. കുറേ സിനിമകൾ ചെയ്തു. നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരു ടീമാണ്. എല്ലാവരും നമ്മളെല്ലാം സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ്. സുരേഷ് ആയിരുന്നാലും എല്ലാവരും സിനിമ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. സുരേഷ് ധാരാളം സിനിമകൾ ചെയ്തു. ഞാൻ പക്ഷേ മോളോടോ അല്ലോ മേനകയാണ് ഞാൻ പറയുന്നത്. അവരോട് എൻ്റെ ചോദ്യം. മോള് പറയുന്ന അച്ഛന് ഏത് ലെവലിലോട്ട് ഉള്ള സിനിമകളാണ് നിന്നിട്ട് ഏത് ലെവലിലാണ് നാളെ അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറാകേണ്ടത്, എന്ത് തരം സിനിമകളാണ് അച്ഛനിൽ നിന്ന് മോള് പ്രതീക്ഷിക്കുന്നത്? മോളൊരു ന്യൂ ജനറേഷൻ കുട്ടിയായതുകൊണ്ട് ചോദിച്ചിരുന്നത് ഈ കാലഘട്ടത്തിൽ ഏത് തരം സിനിമയാണ് മോള് അച്ഛനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള സിനിമകളിൽ കീർത്തി എന്നുള്ള ഒരു നടി അല്ലെങ്കിൽ ഒരു അഭിനേത്രി ഈ ചോദ്യം മോളെന്നേ പറഞ്ഞുള്ളൂ, എന്നോടാണെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, ഇവളെ IFS വിടേണ്ടതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ അറിയോ, എപ്പോഴും മക്കളാണ് ഈ പറഞ്ഞ പാരൻസിൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്സ്. സ്വാഭാവികമായിട്ട് എന്നാൽ ഒരുപക്ഷെ മറ്റുള്ള ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത് മക്കളാണ്. ആ ഒരു സ്വാഭാവികത വെച്ചിട്ട് സംസാരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ അച്ഛൻ സിനിമ കണ്ടേക്കുന്ന ഞങ്ങളൊക്കെ കണ്ടേക്കുന്നതിനെക്കാട്ടിലും ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ഒരു സിനിമ എന്ന് പറയുമ്പം ആ ഒരു പണ്ടത്തെ ആ ഒരു എസെൻസും ആ ഒരു കൾച്ചറും വിടാണ്ട് ഇപ്പോഴും എടുക്കണം എന്നുള്ളതാണ് അച്ഛൻ്റെ ആഗ്രഹം. അപ്പോൾ ന്യൂ ജനറേഷൻ എടുക്കുമ്പോഴും നമുക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുകയും പഴയ ആൾക്കാർക്ക് കാണാൻ പറ്റുകയും ചെയ്യുന്ന രീതിയിൽ എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അവരുടെ രീതികളും ജീവിത രീതികളും അതൊക്കെ വെച്ച് സിനിമ എടുക്കുക. ആ സിനിമയെ വേണമെങ്കിൽ പഴയ തലമുറയായിട്ട് വേണമെങ്കിൽ ഒന്ന് വിളക്കി ചേർത്തോളൂ. പക്ഷേ ഇതായിരിക്കണം ഇനി എടുക്കാൻ പോകുന്ന സിനിമ. അല്ല, അങ്ങനെ എനിക്ക് ഈ ഇപ്പോൾ കാണുന്ന ന്യൂ ജനറേഷൻ സിനിമയോട് എനിക്ക് അങ്ങനെ എതിർപ്പൊന്നുമില്ല. അതൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ എന്നെപ്പോലൊരാൾ ഞാൻ അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പോകില്ല.
പോയില്ല എന്ന് വെച്ചാൽ ഞാൻ കാണുന്ന സിനിമ എന്ന് വെച്ചാൽ നമ്മുടെ കൾച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു സിനിമ അല്ലാതെ എൻ്റെ മനസ്സിൽ ചിന്തിക്കാനൊക്കില്ല. ഞാൻ ഈ ന്യൂ ജനറേഷനിൽ ഇപ്പോൾ കാണുന്ന ബീപ്പ് ബീപ്പ് സൗണ്ട് വെക്കുന്ന സിനിമ എടുക്കാൻ ഞാൻ തയ്യാറുമില്ല. ഒരു കലഹം ഇവിടെ ഉണ്ടാക്കിയെന്ന് ഞാൻ തീരുമാനിച്ചു. മോള് പറഞ്ഞത് ന്യൂ ജനറേഷനിലേക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കലായി ഓൾഡ് ജനറേഷൻ വന്ന് കൂടെ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ. സുരേഷ്, അതായത് പുതിയ തലമുറയുടെ താല്പര്യങ്ങൾ മാറി. നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എല്ലാവരും ചിന്തിക്കണേ. നിങ്ങളുടെ ഭാഷയല്ല അവർ സംസാരിക്കും. അതാണ് പറയുന്നത്. നമ്മുടെ തലമുറ വ്യതിചലിച്ചു പോകുന്നുണ്ട് പല സമയത്തും നമ്മൾ നോക്കുമ്പോൾ. അത് പാടില്ല. അവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ സിനിമയിലുള്ള. അതെങ്ങനെയാണ്? ഒരു സെക്കൻഡ് നിങ്ങളുടെ മുമ്പിലുള്ള തലമുറയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ സിനിമ എടുത്തപ്പോൾ നിങ്ങൾ വ്യതിചലിച്ചു പോയി എന്ന് ആ തലമുറ പറഞ്ഞിട്ടില്ലല്ലോ. ഒരിക്കലും ഞങ്ങൾ വ്യത്യസ്തമായിട്ട് വ്യതിചലിച്ചു പോയിട്ടില്ല. അതിൻ്റെ പിന്തുടർച്ചയായിട്ട് നമ്മൾ സിനിമ ചെയ്ത് വന്നിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ കാണുന്ന ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ പലതുമുണ്ട്. എനിക്ക് അതിൽ ഒത്തിരി അഭിപ്രായ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. രേവതി, അത് നമ്മളിതൊരു തുറന്ന സംവാദ വേദിയാണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് സത്യം പറയാൻ വീട്ടിൽ പറ്റില്ല, അതുകൊണ്ട് ഇവിടെ പറഞ്ഞു. അതൊന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് ഉദാഹരണം സുരേഷിന്റെ നൊസ്റ്റാൾജിയ സുരേഷിനെ എങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക ആൾക്കാർ പറയുന്നുണ്ട്. നീലത്താമര, രതി നിർവേദം, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ പിടി. എന്താ രേവതിയുടെ അഭിപ്രായം? ആ പടങ്ങളൊക്കെ അടിപൊളിയായിരുന്നില്ലേ? അതൊരു ക്ലാസിക് മൂവി ആയിരുന്നു. അതിനെ ന്യൂ ജനറേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിക്ക് സ്ക്രിപ്റ്റ് മോഡിഫൈ ചെയ്തല്ലേ എടുത്തിരിക്കുന്നു. അങ്ങനെ എടുത്താൽ കുഴപ്പമില്ല. അങ്ങനെ എടുത്ത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ അതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതേസമയം ഈ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അതായത് ആ സ്ക്രിപ്റ്റിന്റെ ഒരു സെന്റിമെന്റ്സ് സ്റ്റിൽ ഉണ്ടായിരുന്നു ആ സ്ക്രിപ്റ്റിൽ. പക്ഷെ അത് എടുത്തിരിക്കുന്ന രീതിയിൽ ഒരു അഡാപ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സ്ക്രിപ്റ്റിൻ്റെ സ്റ്റോറിക്ക് മാറ്റമില്ല. അത് എടുത്തിരിക്കുന്ന ഒരു അഡാപ്റ്റീവ് നേച്ചറാണ് ആ സ്റ്റോറി ന്യൂ ജനറേഷനായിട്ട് മാറ്റിയിരിക്കുന്നത്. ബേസിക്കലി സുരേഷ്, ഞാനിപ്പം ഇവർ പറഞ്ഞതിൽ നിന്ന് ഒരുപക്ഷെ കീർത്തി അവരുടെ ആ തലമുറയുടെ ഒരു ശബ്ദമായിട്ടാണ് പറയുന്നത്. എന്താ കാരണം വെച്ചാൽ ഒരുപക്ഷെ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, നമ്മൾ ചെയ്യുന്നതും നമ്മൾ എടുക്കുന്നതും നമ്മൾ പറയുന്നതുമാണ് ശരിയല്ലേ? ഞാൻ പറഞ്ഞ കീർത്തി ശരിയല്ലേ? കണ്ടോ അവള് എന്തൊരു സപ്പോർട്ടാണ് ഞാൻ കീർത്തി കൊടുക്കുന്നത്. ആദ്യം ഇങ്ങനെ ആട്ടിയപ്പോൾ മേനെ അങ്ങോട്ട് നോക്കി, അപ്പൊ ഇങ്ങനെ വെള്ളം കണ്ടിട്ട് നോക്കാനും കണ്ണാടിയുടെ പുറകിലേക്ക് നോക്കാനൊക്കെ ഉള്ള വൈഭവമല്ലോ. അത് ശരി സുരേഷ്, അങ്ങനെ ഒരു പിടിവാശി നമുക്കുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സുരേഷ് ഇവരുടെ കൂടെ കുറച്ചും കൂടി സമയം ചെലവഴിച്ച് സുരേഷ് വീണ്ടും നവീകരിക്കപ്പെടും. ഇത് സുരേഷിനെ ഈ ഒരു പോയിന്റിൽ വെച്ച് നവീകരിക്കാൻ ശ്രമിക്കണമെന്ന് എന്നോട്. നവീകരണം വേണം. ഞാൻ നവീകരണത്തിനെതിരൊന്നുമല്ല. പക്ഷെ നമ്മുടെ ഒരു കൾച്ചർ വിട്ടുകൊണ്ടുള്ള ഒരു നവീകരണത്തിനോട് എനിക്ക് എതിർപ്പ്. വരട്ടെ. ഹായ് കീർത്തി, സുഖമല്ലേ? എനിക്ക് ചോദിക്കാനുള്ളത്, +2 ശേഷം ഒരാൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ കരിയർ എന്തായിരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും. ഇപ്പോൾ കീർത്തി തിരഞ്ഞെടുത്തത് ഫാഷൻ ഡിസൈനിങ് ആണ്. പക്ഷേ ഈ മേഖലയിലൊന്നും പോകാതെ എന്തുകൊണ്ടാണ് അഭിനയത്തിലേക്ക് വന്നത്? നല്ലൊരു ചോദ്യം ചോദിച്ചു. ദേവദേവൻ അല്ലേ? ഞാൻ ആ കോഴ്സ് എടുത്തത് തന്നെ 12th കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ എനിക്ക് ആർട്ട്, സിനിമ ആ ഒരു സൈഡിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് തന്നെ ആവണമെന്നായിരുന്നു. കാരണം എൻ്റെ മനസ്സിലാദ്യം 3 ഓപ്ഷൻസ് ആയിരുന്നു. ഒന്ന് ഇൻറ്റീരിയർ ഡെക്കറേഷൻ, ആർക്കിടെക്ചർ, ഫാഷൻ ഡിസൈൻ. അപ്പോൾ എല്ലാം ഈ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സസ് ആണ്. അപ്പോൾ 3ലും ഞാൻ നോക്കിയപ്പോൾ ഫാഷൻ ഡിസൈൻ, കോസ്റ്റ്യൂം, സിനിമയോട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഫാഷൻ ഡിസൈനായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഫാഷൻ ഡിസൈൻ തന്നെ എടുത്തത്. എന്നെങ്കിലും ഒരു ദിവസം സിനിമയിൽ എത്തിപ്പെടും എന്നുള്ള ആ ഒരു വിശ്വാസം കൊണ്ട്. സിനിമയിൽ വേണമെങ്കിൽ പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു ശാഖയും കൂടിയാണത് അല്ലേ? അത് വേണമെങ്കിൽ ഇനി വരാൻ പോകുന്ന സിനിമകളിൽ വേണമെങ്കിൽ പ്രയോഗിക്കാം. ഒരു ഷോപ്പഹോളിക് ആണ്. അപ്പൊ പിന്നെ അതും കൂടി സപ്പോർട്ട് ചെയ്യുമല്ലോ. അത് പൈസ കുറെ പോയിട്ടുണ്ടാ? പോക്കറ്റ് കാലിയായി. ഇതൊക്കെ അണാപ്പായി കണക്ക് എഴുതിയിട്ടുണ്ടോ കേട്ടോ. അതൊക്കെ തിരിച്ച് പിടിക്കും, അതുകൊണ്ട് നോക്കിക്കോളൂ. അച്ഛനെ വിളിക്കത്തില്ല, ഫോണിലൊന്നും വിളിക്കില്ല. അച്ഛാന്ന് വിളിച്ചറിയാം അച്ഛന്റെ പാക്കറ്റ് കാലിയാണ്. പണ്ട് അച്ഛൻ ഞാൻ പേഴ്സ് ഒളിച്ചു വെക്കും. ഞാൻ എപ്പോഴും പേഴ്സിൽ നിന്ന് പൈസ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അച്ഛന് ഭയങ്കര പേടിയാണ്. അച്ഛനറിയാലോ, അച്ഛൻ ചെയ്തിട്ടുള്ളതാണല്ലോ പണ്ട്. ആക്ച്വലി ആദ്യം ഒളിച്ചു വെക്കത്തില്ലായിരുന്നു. പൈസ കാണാണ്ടാവണോ എന്ന് അറിഞ്ഞപ്പോ ഒളിച്ചു വെച്ചോ. അതിന്റെ ഉത്തരവാദിത്തം രേവതിക്ക് കൊടുക്കില്ല, കീർത്തിക്കാണ് ഉത്തരവാദിത്തം. ഞങ്ങൾ രണ്ടുപേരില്ല. ഇല്ല. അപ്പം ഇവള് US പോയി. അപ്പൊ ഒന്നീട്ട് അമ്മ അല്ലെങ്കിൽ ഞാൻ.
ഞാനില്ലാന്ന് പറഞ്ഞാ പപ്പി അപ്പം ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ നോക്കിയപ്പം പേഴ്സ് ഒന്നും കാണാനില്ല. പേഴ്സ് ഉണ്ടാവും, അതിൽ പൈസ ഉണ്ടാവില്ല. ഞാൻ ചോദിക്കും അച്ഛാ പൈസ എവിടെ പോയി? നീ എടുക്കുമെന്ന് അറിയാത്തോണ്ട് ഞാൻ വിളിപ്പിച്ചു വെച്ചു. സുരേഷ് നിങ്ങളുടെ ഈ ഉടായ്പത് പിള്ളേരുടെ നടക്കുന്നത് കഴിഞ്ഞ രക്ഷയില്ല. വരട്ടെ, ഒരാളും കൂടി വരുന്നു. സുരേഷ് മേനകമാരുടെ ആദ്യത്തെ കുഞ്ഞാണ് നമ്മുടെ രേവതി. ഞങ്ങളെല്ലാം രേവു എന്നാണ് വിളിക്കുന്നത്. ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഒരുപാട് എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. എന്നെയും വലിയ കാര്യമാണ്, അതുപോലെ തിരിച്ചും ഞങ്ങൾക്കെല്ലാം വലിയ ഇഷ്ടമാണ്. രേവു എല്ലാവരുടെയും ഒരു പെറ്റായിരുന്നു. കീർത്തി രണ്ടാമതല്ലേ വന്നത്. ഇപ്പോൾ രേവു ഇപ്പം മിടുക്കിയായി. രേവു അമേരിക്കയിലേക്ക് പോയി പഠിച്ചു വന്ന് ഇപ്പോൾ സുരേഷ് കുമാറും ഇവരെല്ലാം കൂടി ചേർന്നുള്ള കമ്പനിയിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പോവുകയാണ് ഈ മാസം. അപ്പോൾ അതിൻ്റെ ഫുൾ ചാർജ് രേവുവിനെന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും അത് വലിയ നല്ല കാര്യം. ഈ അമേരിക്കയിലൊക്കെ പോയി ഓതൻറ്റിക്കായിട്ട് പഠിച്ച് പിന്നെ സിനിമയിലുള്ള എല്ലാവരും, പിന്നെ ഷാരൂഖ് ഖാൻ്റെ കമ്പനിയിൽ ബോംബെയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസ് എല്ലാം വെച്ച് ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് രേവു എങ്ങനെ കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത്? നല്ല രീതിയിൽ കൊണ്ടുവന്ന് ഇതൊരു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റുമോ? നല്ലൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു, പറയും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അച്ഛൻ ഞാൻ 9th പഠിക്കുമ്പോൾ തന്നെ ഈ സ്റ്റുഡിയോയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എവിടെ പോയി പഠിച്ചാലും നമ്മുടെ രേവതി കലാമന്ദിർ ഇതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുപോകണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബിഗിനിങ് സ്റ്റെപ്പാണ് ഈ രേവതി കലാമന്ദിർ ഫിലിം അക്കാഡമി. അപ്പം ഈ ഒരു ടോക്സ് നടന്നുകൊണ്ടിരിക്കുമ്പം ഇത് അച്ഛന് ഒരുപാട് ജോലിയുണ്ട്, പക്ഷേ ഇത് പുൾ ചെയ്ത് കൊണ്ടുപോകാൻ ആരുമില്ലായിരുന്നു. ഞാൻ ബോംബെയിലെ കോൺട്രാക്ട് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പം ഐ ഹേർഡ് ദിസ് ടോപ്പിക് ആൻഡ് ഐ വാസ് സോ ഇൻട്രസ്റ്റഡ്. എനിക്ക് മാനേജ്മെൻറ്റിൽ ഭയങ്കര ഇഷ്ടമാണ്, ഫിലിമാണ്, നമ്മുടെ ഒരു അക്കാഡമിയാണ്, ഞാൻ പഠിച്ചിട്ടുണ്ട് അവിടെ. സോ എനിക്കിത് ആദ്യം പറഞ്ഞപ്പം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് ഒന്നൊന്നായിട്ട് ഒരു സ്റ്റെപ്പായിട്ട് ഈച്ച് മന്ത് ഒരു മൈൽ സ്റ്റോൺ ഇട്ടിരുന്നു. ഇത് ചെയ്യണം. ഇപ്പോൾ അതൊക്കെ ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഈ മന്ത് എൻഡിൽ തുടങ്ങുന്ന രീതിക്ക് ഇത്രയും എത്തിയിട്ടുണ്ട്. അതിൻ്റെ സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ട്, വീട്ടിലെ എല്ലാവർക്കും ഉണ്ട്. ശരിക്കും പറയാൻ പോയാൽ എനിക്ക് പറഞ്ഞ് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവള് പറഞ്ഞ് സാധിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി ഇവള് കറക്റ്റ് ആപ്റ്റ് പേഴ്സണാണ്. വരട്ടെ. ഹായ് മേനക, ഹൗ ആർ യു? നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന എനിക്ക് തോന്നുന്നു ഒരു 1987 ആയിരിക്കും. അന്നേരം മേനക്കയും സുരേഷ് ദേ വർ ജസ്റ്റ് മാരീഡ് ആൻഡ് ഐ തിങ്ക് മേനക യു വർ പ്രഗ്നൻറ്റ്. അന്നേരം എൻ്റെ മമ്മിയും കൂടെ ഉണ്ടായിരുന്നു ബിക്കോസ് ദാറ്റ് ഇസ് വെൻ വി വർ ഡൂയിങ് എ സ്റ്റാർ ഷോ ഇൻ ദി US. ഇറ്റ്സ് ബീൻ എ പ്ലെഷർ നോയിങ് യു ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൾക്കാർക്ക് അറിയാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, മേനക നല്ലോണം വരയ്ക്കും ആൻഡ് ഷീ ഹാസ് സം ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ്. She has shared some pictures with me. So keep up the work. You are blessed with beautiful daughters. Say hi to Suresh. And wishing you all the very best. And ഇപ്പോഴും മേനക്കയെ കണ്ടാൽ മേനക്ക കീർത്തിയുടെ ട്വിൻ സിസ്റ്റർ ആയിട്ടാകാം, പക്ഷെ എനിക്കറിയാം മക്കൾക്ക് ഈ ട്വിൻ സിസ്റ്റർ പറയുന്ന അത്ര ഇഷ്ടമല്ല. ഓക്കെ, സിസ്റ്ററായിട്ട്. സോ ഇറ്റ്സ് ഗുഡ് ടു സീ യു ദ വേ യു കീപ്പിംഗ് യുവർ സെൽഫ്. ഡാൻസും എപ്പോഴും ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് നൈസ് ദറ്റ് യു കീപ്പിംഗ് യുവർ സെൽഫ് സ്റ്റിൽ വെരി ബിസി. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഗുഡ്, വെരി ഗുഡ്. മേനക, എവിടെ നിന്നൊക്കെയാണ് പ്രോത്സാഹനങ്ങൾ വരുന്നത്? പക്ഷെ പറഞ്ഞൊരു കാര്യം മക്കൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സഹോദരിയാണെന്നേ പറയുള്ളൂ. അത് നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ ആപ്ലിക്കബിൾ ആവും. അമ്മയുടെ അത്രയും ഭംഗിയൊന്നും ഞങ്ങൾക്കില്ലല്ലോ. ഓ, വളരെ കറക്റ്റായിട്ട് പറയാം. അങ്ങനെ ആര് പറഞ്ഞു? ആ ഭംഗി വേറെ, അത് സുരേഷിനെ ആകർഷിച്ച ഭംഗി. അതെ അല്ലേ സുരേഷ്? അല്ലേ? നമ്മളിങ്ങനെ മയങ്ങിയിരിക്കല്ലേ വിശ്വാമിത്ര. നദിയെ പറഞ്ഞതുപോലെ ഒരുപാട് മറ്റ് ഹോബീസ് കുറച്ചും കൂടി നറീഷ് ചെയ്യുന്നു. അങ്ങനെ നല്ല മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ രംഗത്ത് സുരേഷ് ആ പെയിൻറ്റിംഗ് എല്ലാം ആസ്വദിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? അല്ല, ചെയ്യാറുണ്ട്. ഞാനത് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷേ ഇത് സീസണല്ല. ഇങ്ങനെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന വേറെ ആരും കാണില്ല. ഭയങ്കര ഇതാണ്. ഞാൻ പക്ഷേ സീസൺ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ചെയ്യില്ല. അല്ല, ഇത് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഇതെല്ലാം കൊണ്ടുവച്ച് അങ്ങോട്ട് പെയിൻറ്റും അതും ഇതുമൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ എല്ലാം ഇട്ടിട്ട് കമന്ന് കിടന്ന് വാരപ്പും ബോളും, പിന്നെ നമ്മൾ അതുവഴി പോയാലും തിരിച്ചു വന്നാലും ഒന്നും അറിയില്ല. അപ്പോൾ അത് നമുക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ പെയിൻറ്റിങ് തുടങ്ങുമ്പോൾ അപ്പോൾ ഇത് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരുന്ന് വരയ്ക്കുന്നതാണ്. വരയ്ക്കുന്ന കണ്ടിട്ട് ഇതെല്ലാം കൂടെ എടുത്ത് പിന്നെ കുറേ നേരത്തേക്ക് പിന്നെ ഇത് കാണൂല, എടുത്ത് പിന്നെ ഡാൻസ് ചെയ്യുന്നതാണ് അവിടെ. അതും കുറച്ച് കഴിയുമ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ച് വേറെ എന്തെങ്കിലും സീസണലാണ്. ഏത് സീസണിൽ എന്ത് വരും എന്നറിയാൻ ഒക്കില്ല.
ഏത് രോഗമാണ് എപ്പം വരുന്നത് പറയാൻ പറ്റില്ല. അതല്ലേ ഉദ്ദേശിച്ചത്. ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ മധുബന്ധിയുടെ പെയിന്റിങ് പഠിപ്പിക്കാനായിട്ട് ട്രിവാൻഡ്രത്ത് വരുന്നത് ഞാൻ പറഞ്ഞ ഒരു 5 ദിവസം ഞാൻ പോട്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല സുരേഷ് അത് പ്രോത്സാഹിപ്പിക്കുക. എന്താ കാരണം അറിയാം, ഇങ്ങനെ കവന്നുകൂടും ചെയ്തോളൂല്ലോ. സുരേഷ് എങ്ങോട്ടാ പോകുന്നു അല്ല, അന്വേഷിച്ചു. 5 ദിവസം പോകണമെന്ന് ഞാൻ പോയിട്ട് രാവിലെ പോയിട്ട് വൈകിട്ടാണ് വരുന്നത്. സന്തോഷമല്ലേ, അതുകൊണ്ടാണ് എന്നെ വിടാന്ന് പറഞ്ഞത്. ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി എത്ര കാലമായിട്ട് സുരേഷ് ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല അങ്ങനല്ല, ഇത് ഒരിക്കലും അത് സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. വേറൊരു ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ട് അത് ഇന്നേ വരെ അതിന് 4-5 പടമേ തീർത്തിട്ടുണ്ട്. ബാക്കി അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. അത് തീർക്കണ്ടേ, അത് തീർക്കണമെങ്കിൽ ഒരു എക്സിബിഷൻ നടത്താം. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും സുരേഷ് ചിലർക്ക് മേനകയുടെ ആ ഒരു കലാസിദ്ധിയെ കുറിച്ച് അഭിപ്രായമുണ്ട്, നല്ല അഭിപ്രായമുണ്ട്. നോക്കാറാണ് നോക്കട്ടെ. ഒരു അഭിനേത്രി എന്ന നിലയിൽ നമുക്കെല്ലാം സുപരിചിതമായ മേനക ചേച്ചി എൻ്റെ ശിക്ഷയായിട്ട് ഒരു 3-4 വർഷം ആയിട്ടുണ്ടാവും. വളരെ അർപ്പണ മനോഭാവത്തോടു കൂടിയാണ് ചേച്ചി വർക്ക് ചെയ്യുന്നതും ഇതിൽ ഇടപഴകുന്നതും. ഒരുപക്ഷെ സിനിമാ രംഗത്തേക്കാൾ കൂടുതൽ ആരാധകർ ഈ ചിത്രകലയിൽ മേനക ചേച്ചിക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇതിൽ സ്ഥിരം നിന്ന് കഴിഞ്ഞാൽ നടക്കുമായിരിക്കും. സിനിമാ രംഗത്തേക്ക് വന്നിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞല്ലോ, ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയത് ചിത്രം വരയ്ക്കുമ്പോഴാണോ അതോ അഭിനയിക്കുമ്പോഴാണോ? സുരേഷിന് ഒരുപാട് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തൊരു ആളും കൂടിയാണ്. ആ ഗുരുവിനോടുള്ള നന്ദി സുരേഷ് പ്രകടിപ്പിക്കട്ടെ. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ് പ്രിൻസ്. ഭയങ്കര നല്ലൊരു മ്യൂറൽ പെയിൻറ്ററാണ്. ഏറ്റവും കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഒരു മ്യൂറൽ പെയിൻറ്റർ. പ്രിൻസിൻ്റെ കൂടെ പപ്പി കുറേ പടങ്ങൾ വരച്ചിട്ടുണ്ട്. ഇടയ്ക്ക് പോയി അമ്പലത്തിൽ മ്യൂറൽ വരയ്ക്കാൻ പോയി. മഹാദേവ ക്ഷേത്രത്തിൽ അതിൽ പോയിരുന്ന് ഇവരുടെ കൂടെ പോയി. അപ്പോൾ ഇത് പലപ്പോഴും ഞാൻ പറയും, ഇവരുടെ കൂടെ പോയി ചെയ്യാൻ പറഞ്ഞാലും അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കറിയാവുന്ന ഇത് കിട്ടുന്നത് ഒരു എന്താണ് ദൈവികമായിട്ട് കിട്ടുന്നൊരു സിദ്ധിയാണ്. അത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാറില്ല പലപ്പോഴും. അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം. ഒരാളെയും കൂടെ നമുക്ക് കൊണ്ടുവരണം. വരട്ടെ. ഒരു അഭിനേത്രി എന്ന നിലയിലും നർത്തകി എന്ന നിലയിലും ചേച്ചി ഇവിടെ ആകെ അറിയപ്പെടുന്നു. ഒരു ചിത്രകാരി എന്ന നിലയിലും പലർക്കും ചേച്ചിയെ അറിയാം. എന്നാൽ ഒരു സാഹിത്യകാരി എന്ന നിലയിൽ, അല്ലെങ്കിൽ സാഹിത്യത്തിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ചേച്ചിയെ പറ്റി അറിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് പിന്നീട് ആ മേഖലയിലേക്ക് ചേച്ചി തിരിഞ്ഞു നോക്കാഞ്ഞത്? പല മേഖലയിലേക്ക്, ഇത് സുരേഷ് പറഞ്ഞ സാധനം തന്നെയാണ്. ഒരു മേഖലയിലേക്ക് പോയിട്ട് അവിടെ നിൽക്കാതെ അടുത്തേക്ക് പോകും. അതല്ലേ സുരേഷ് പറഞ്ഞത്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൗഭരണികെ കരയരുത് എന്നുള്ളൊരു കഥ മനോരമയിൽ കൂടെ ഞാൻ എഴുതിയായിരുന്നു. അത് വെച്ചിട്ടായിരിക്കും സിയാദ് ഇത് ചോദിക്കുന്നത്. സുരേഷ് ഏട്ടൻ്റെ ഫ്രണ്ട് സനലേട്ടൻ്റെ അച്ഛൻ അത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞാണ്, മോളെ ഇത് നല്ല ഇതാണ്. എന്തുകൊണ്ട്? കാരണം എനിക്ക് മലയാളത്തിൽ എഴുതാൻ അറിഞ്ഞുകൂടാ. ആ എഡിറ്ററിനോട് ഞാൻ തമിഴിലാണ് കൊടുത്തത്. അപ്പോൾ അത് അദ്ദേഹം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് എഴുതിയത്. അപ്പോൾ എന്നോട് സനലേട്ടൻ്റെ അച്ഛൻ ചോദിച്ചു, മോളെ ഭയങ്കര രസമായിരുന്നു ആ നോവൽ. ആദ്യം അംബിക ചേച്ചി എഴുതി, അത് കഴിഞ്ഞിട്ട് എൻ്റെ ആയിരുന്നു ഞാൻ എഴുതിയത് സൗഭരണികെ കരയരുത്. അപ്പോൾ എന്തുകൊണ്ട് മേനക അത് ചെയ്തുകൂടാ, വീട്ടിലിരിക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് സനലേട്ടൻ്റെ. അതാണ് ഇത് സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഒരു ഇതിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ. ഇനി ഞാൻ നിങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഞാൻ വ്യാപൃതനാകുന്നില്ല. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. രേവതി, അമ്മയുടെ സ്വഭാവത്തിൽ ഇഷ്ടപ്പെടാത്ത ഏത് ഘടകമാണ്? ഒന്ന് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെട്ട പറയണ്ട, ഒരുപാടുണ്ടാവില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അച്ഛനും അമ്മയും രണ്ടുപേർക്കും പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ നെഗറ്റീവ്സ് അങ്ങനെ എടുത്തു പറയുന്ന രീതിക്കൊന്നുമില്ല. ചിലപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നാൽ നല്ലോണം വഴക്ക് പറയും. ഇപ്പം എന്നെ എളുപ്പം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ ഭയങ്കര കാമാണ്, പക്ഷെ എന്നെ എളുപ്പം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അത്. പക്ഷെ അമ്മയ്ക്ക് പെർഫെക്ഷൻ വേണം. ഒരു സാധനം എടുത്ത് അത് എടുത്തെടുത്ത് വെക്കണം. അത് മാറിപ്പോയാൽ ചിലപ്പോൾ ശരിക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ നോക്ക്, ഞാൻ മേനക നല്ല യോഗയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും അങ്ങനെ നിയന്ത്രണം വിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പെരുമാറാൻ പാടില്ലാത്തതാണ്. വരട്ടെ ഒരാൾ. അതെ, മേനക എൻ്റെ സ്റ്റുഡൻ്റായി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാണ്. വളരെ ഡിസിപ്ലിൻഡ് ആൻഡ് സിസ്റ്റമാറ്റിക്. അത് പറയുമ്പം 7:30 ക്ലാസ് എന്ന് പറഞ്ഞ് മേനകയോട് പറഞ്ഞാൽ മേനക 7:20 ആകുമ്പോൾ ക്ലാസ്സിൽ വന്നിരിക്കും. അത് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മേനകയുടെ സക്സസ്, ഇത്രയും സക്സസ് വന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടാലറിയാം. ഒരു ടീച്ചറിന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സ്റ്റുഡൻറ്റ് മേനക തന്നെയായിരിക്കും. ഇതിനൊക്കെ എന്തെല്ലാം ചെലവ് ചെയ്താലാ മതിയാകും സുരേഷ്? എന്തെല്ലാം. ഞാൻ മാത്രമല്ല, രേവതിയും അവിടെയാണ് പഠിക്കുന്നത്. രേവതി അവിടെയാണ് സ്റ്റുഡൻറ്റ്.
പക്ഷെ രേവതി പഠിച്ചതിന് ഗുണമുണ്ടായി. രേവതി വളരെ കമ്പോസ്റ്റാണ്, കൂളാണ്, കാമാണ്. അല്ല കീർത്തി, ഒരു സെക്കൻഡ് കീർത്തി പറ, ഒരു മധ്യസ്ഥ കാര്യം ഞാൻ പറഞ്ഞ ശരിയല്ലേ? അല്ലേ? അതായത് രേവതിക്കുള്ള ആ ഒരു സിദ്ധി മേനയ്ക്കില്ല, അമ്മയ്ക്കില്ല, അല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. അവള് രേവതിയെ കൈ ഒഴിച്ചു. അങ്ങനല്ല, അവള് മോളായിട്ടിരിക്കുന്നുണ്ടാണ്, അച്ഛനമ്മയുടെ കൂടെ ഇരിക്കുന്നതാണ്. അവളൊരു അമ്മയാവുമ്പം അവള് ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പം ഇതേ ക്യാരക്ടർ ഉണ്ടോ എന്നുള്ളത് അപ്പം നമുക്ക് നോക്കാവുന്നതാണ്. ചുളുവിനൊന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ 1-2 പടം എടുത്ത് സൂപ്പർ ഹിറ്റ് കോടീശ്വരന്മാരുണ്ട്. സുരേഷൊക്കെ വളരെ കഷ്ടപ്പെട്ട് 28ഓളം സിനിമകൾ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഇവരെല്ലാം വലിയ കോടീശ്വരനാകേണ്ട ആൾ സുരേഷ് കുമാറായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് സുരേഷ് കുമാർ വലിയ കോടീശ്വരനായില്ല എന്ന് വെച്ചാൽ ഇപ്പം പിച്ചക്കാരെന്നല്ല അർത്ഥം. നമ്മളെല്ലാം നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. എന്നാലും 28 സിനിമ എടുത്ത സുരേഷ് കുമാർ ഇന്ന് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. പക്ഷേ സുരേഷിന് ഞാൻ നോക്കിയിട്ടുള്ള അങ്ങനെ ഒരു വലിയ മോഹമൊന്നുമില്ല. വലിയൊരു ധനികനാവണം, പണക്കാരനായിട്ട് വലിയ കാറിലൊക്കെ നടന്ന് പോകണമെന്ന് ആഗ്രഹമില്ല. എന്താണ് അങ്ങനെ ഒരു കോടീശ്വരനാകാത്തത്? സുരേഷ് കോടീശ്വരൻ എന്ന് പറഞ്ഞു വലിയ കോടീശ്വരനായില്ലെന്നാണ് രാജുവിൻ്റെ പറയുന്നത്. അല്ലല്ല, അങ്ങനെ ആവണമെന്ന് അങ്ങനൊരു അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉള്ള ആളല്ല ഞാൻ. നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളതല്ലാതെ കോടീശ്വരനായിട്ടായി കുറേ കാശിൻ്റെ പുറത്ത് കയറിയിരുന്ന് ഈ ജീവിതം കളയണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല. ഞാൻ വളരെ ഇതായിട്ടാണ്, നമ്മുടെ ജീവിതം വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ കൺവീനിയൻസ് ഈ പറയുന്ന പോലെ അതിനുള്ള ലക്ഷറി വേണം. കീർത്തി, എന്താണ് ഈ പുതിയ, പക്ഷേ ഈ സിനിമാ രംഗത്തേക്ക് വരുന്ന പുതുമുഖക്കാർക്കൊക്കെ പണമാണ് പ്രധാനം. സുരേഷ് തന്നെ എന്ത് പറയണം കീർത്തി? അല്ല, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ രാജു പറഞ്ഞ നേരത്തെ ഈ ആർഭാടം കാണിക്കുന്ന ഒത്തിരി ആൾക്കാരെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കണം അവിടേക്ക്. കാരണം എനിക്ക് അവസാനിപ്പിക്കണം താല്പര്യമൊന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് കുറേ കൂടെ സംസാരിക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ കൺട്രോൾ റൂമിലെ ആൾക്കാർ പറയണു ഒരു പാട്ടോട് കൂടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കണം. നല്ല പാട്ടുകാരാണ് ഇവർ. ആര് പാടുമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ആ പാട്ട് കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അമ്മയുടെ പടത്തിലെ പാട്ട്. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി മേലേ താഴെ കതിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. സുരേഷിൻ്റെയും മേനകയുടെയും 27ാമത്തെ വിവാഹ വാർഷികം നമുക്ക് ഈ ഫ്ലോറിൽ വെച്ച് ആഘോഷിച്ചു വേണം നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി. അതുകൊണ്ട് കേക്ക് മുറിച്ച് നമുക്ക് ഈ വിവാഹ വാർഷികം ആഘോഷിക്കാം.